ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവർ ചെയ്തെന്ന ഉപഹാരങ്ങൾ മറക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ? എന്നെ ശുശ്രൂഷിച്ച ആ ഹോം നേഴ്സില്ലേ, സിസ്റ്റർ പവിത്ര, അവരെ കൂടി സദ്യക്ക് ക്ഷണിക്കണം. നമുക്കാർക്കും നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു മുൻവിധിയും പറയാൻ പറ്റില്ലല്ലോ. ഒരു അല്പനിമിഷത്തിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുന്ന ആർക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അത് പിന്നെ ജീവിതം അങ്ങനെയല്ലേ സാറേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇക്കൊല്ലത്തെ വിഷു നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ ആഘോഷിക്കാം. അത് വേണം ഓർമ്മ സാറേ. ഇതൊരു കൂട്ടുകുടുംബമല്ലേ. ഞങ്ങളിവിടെ താമസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എല്ലാവരുടെയും ഇഷ്ടം നോക്കിയല്ലോ ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടം നോക്കിയാ ജീവിക്കുന്നത്. ഈ വീട് എന്റേതാ. നിങ്ങളെല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാ. എന്റെ മകളുടെ വീട്ടുകാരുമാണ്. എനിക്ക് മറ്റു ബന്ധങ്ങളൊന്നുമില്ല. നമ്മുടെ ശ്രീലക്ഷ്മിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് പടക്കം പൊട്ടിക്കലും മറ്റു വലിയ ആഘോഷ പരിപാടികളൊന്നും വേണ്ട. പക്ഷേ നാളെ ഇവിടെ കണ്ണനെ വിഷുക്കണി കണ്ടിട്ട് ദോഷങ്ങളൊക്കെ മാറി ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് പിരിയാം. എന്തു പറയുന്നു? സാറങ്ങനെ പറഞ്ഞാ പിന്നെ ഞങ്ങളെന്ത് പറയാനാ? അങ്ങനെയാവട്ടെ. അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോഴേ പേച്ചിക്ക് കാര്യം മനസ്സിലായി. അതാ ബാഗ് എടുത്തിട്ട് വന്ന്. അല്ല, അത് പിന്നെ ഞാൻ മന്ത്രിയുടെ പിയതിനു ശേഷം എവിടെ പോയി ഇവളൊരു ബാഗ് എടുക്കും? അതെന്തിനാ? കൈക്കൂലി വാങ്ങുന്നത് സൂക്ഷിക്കാനാ? പ്രതാപ, അന്ന് പറഞ്ഞ കാര്യം ചേച്ചി ഇപ്പോഴും ആവർത്തിക്കുക. രാധമ്മയുടെ പേരിലുള്ള ഈ ആരോപണം വളരെ വലുതാ. ഇങ്ങനെയുള്ളൊരാളോടൊപ്പം ഒന്ന് നിർത്തി ചേച്ചി. രാധമ്മയുടെ പേരിലുള്ളത് ആരോപണം മാത്രമാണ്, സത്യമല്ല. വേണുവേട്ടൻ രാധമ്മയെ കല്യാണം കഴിച്ച കാലം മുതൽ എനിക്ക് രാധമ്മയെ അറിയാം. രാധമ്മയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള മനക്കരുത്ത് ഒന്നുമില്ല. ഇതൊക്കെ ഹരീഷിന്റെയും രുക്മിണിയുടെയും ശ്രീലക്ഷ്മിയുടെയും വെറും തെറ്റിദ്ധാരണകളാ. അത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കാൻ കുറച്ച് ആളുകൾ. അതൊന്നും അല്ല പ്രതാപ. ചേച്ചി, ഇതെന്റെ മകളുടെ ഭർത്താവ് രാജുവിന്റെ കുടുംബാംഗങ്ങളാ. അവരെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. വിശേഷ ദിവസം അവരെ കൂടെ നിർത്തിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഈ ജീവിതം? വെറുതെ മനുഷ്യരുടെ സന്തോഷം കളയരുത്. ഇന്നൊരു നല്ല വിഷു സംക്രാന്തിയാ. നിങ്ങളാരും ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഡിന്നർ കഴിക്കാം. ശരാ, വാ രാധമേ. വാ. പോയി. വിഷു സദ്യ നേരത്തെ കഴിച്ചു. ഇനി അമ്മയ്ക്ക് ഇത്തിരി മോരും ചോറും കൂട്ടി എടുക്കട്ടെ? വെറുതെ നാണം കട. മോളെ, ഞാൻ വിളിപ്പിച്ചത് മറ്റൊരു കാര്യം പറയാനാ. നമ്മളായിട്ടൊരു നന്ദികേട് കാണിക്കരുത്. അവർ ചെയ്തെന്ന ഉപഹാരങ്ങൾ മറക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ? എന്നെ ശുശ്രൂഷിച്ച ആ ഹോം നേഴ്സില്ലേ, സിസ്റ്റർ പവിത്ര, അവരെ കൂടി സദ്യക്ക് ക്ഷണിക്കണം.
ഇത് പ്രശ്നം വേറെ അമ്മേ. വയസ്സാം കാലത്ത് ഇയാൾക്ക് അവരോട് പ്രേമാണെന്ന് തോന്നുന്നു. ഇനി സ്വന്തം ഭാര്യയെ അയാൾ ഒന്നുകൂടി പ്രേമിച്ച് കെട്ടുവോ? നീ എന്തേ ഒന്നും മിണ്ടാത്തെ? അതല്ല അച്ഛാ, അവർക്ക് തിരക്കായിരിക്കും, വരുമെന്ന് തോന്നുന്നില്ല. അതെന്തു ആവട്ടെ, വിളിക്കേണ്ടത് നമ്മുടെ മര്യാദ. നീ വിളിക്കണം. ശരി അച്ഛാ. എടാ വന്നേ. എഴുന്നേറ്റ് പൊക്കോടെ ഞങ്ങളുടെ മുറ്റത്തിന്നു. അത് ശരി, കാണാത്തപ്പോ എനിക്ക് തോന്നി ഇവിടെ വന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാന്ന്. രാധമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതൊക്കെ ഓർത്ത് മനസ്സിങ്ങനെ നീറ്റുന്നത് എന്തിനാ? എന്നാലും ചെറിയ പഴിവല്ലതുമാണോ ഞാൻ കേട്ടെ? അത് വിട്ടേക്ക് രാധമ്മേ. മോൾക്കും അവളുടെ ഭർത്താവിനും വിവരമില്ലെന്ന് കരുതിയാ മതി. കുറ്റപ്പെടുത്തിയത് ആ മകളും മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരും അല്ലേ? മറ്റുള്ളവരെല്ലാം രാധമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആരുമില്ല എന്നുള്ള ബോധ ചിലപ്പോഴൊക്കെ നമ്മളെ വിഷമത്തിലാക്കുന്നത്. ഇതിപ്പോ രാധമ്മയ്ക്ക് എല്ലാവരും അല്ലേ? വേണുവേട്ടനും രാജുവും ഋതുമോളും പിന്നെ ഞങ്ങളെല്ലാവരും രാധമ്മയ്ക്കല്ലേ? ഞങ്ങൾ ആരെങ്കിലും രാധമ്മയെ കുറ്റപ്പെടുത്തിയോ? അത് മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കണം. അതേ വഴിയുള്ളൂ. രാധമ്മ എത്ര ഭാഗ്യവതിയാ. വേണുവേട്ടനെ പോലെ സ്നേഹമുള്ളൊരു ഭർത്താവ്, ദൈവം കനിഞ്ഞു തന്ന നല്ലവരിൽ നല്ലവനായ ഒരു മകൻ. അതൊക്കെ പോരെ രാധമ്മയ്ക്ക് സന്തോഷിക്കാൻ? ഇതൊക്കെ ചില ശത്രുക്കൾ ഒരുക്കിയ കെണി തന്നെയാ. ദൈവമേ, പണ്ടൊരു പരമദുഷ്ടനെ നിഗ്രഹിക്കാൻ അവിടുന്ന് അവതരിച്ചു. ചില ദ്രോഹികളെ നിഗ്രഹിക്കാൻ ഇനി എന്നാണാവോ ഒരു വിഷുപുലരിയിൽ ഭഗവാൻ അവതരിക്കുക? രാധമ്മ വാ, നമുക്ക് വിഷുക്കണി ഒരുക്കാം. വാ രാധമേ, വാ.